അപ്പോൾ അത് തികച്ചും അൺപ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു മണ്ടത്തരമാണെന്നാണ് ഞാൻ പറയുന്നത്. അങ്ങനെ ഒരു രീതിയിൽ നമ്മൾ ഇൻസ്റ്റലേഷൻ ചെയ്ത് വെക്കാൻ പാടില്ല. അതെന്തുകൊണ്ടാണ് പോസിറ്റീവിനും ഈ രണ്ട് വയർ നെഗറ്റീവിനും വേണ്ടിയിട്ട് പവർ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ സൈഡ് കട്ട് ചെയ്തിട്ട് ചിലപ്പോൾ പുറത്തേക്ക് എടുക്കും. ഹലോ ഫ്രണ്ട്സ്, നെക്സ സിസ്റ്റത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഞങ്ങൾ ഒരു 2018, 2019 കാലഘട്ടങ്ങളിലൊക്കെ ഞങ്ങൾ IP ക്യാമറകൾ ഇൻസ്റ്റലേഷൻ വെച്ചാൽ വളരെ കുറവായിരുന്നു. കാരണം കസ്റ്റമേഴ്സ് നമ്മളോട് ഡിമാൻഡ് ചെയ്തുകൊണ്ടിരുന്നത് മൊത്തം അനലോഗ് ക്യാമറകളാണ്. പക്ഷേ നമ്മളിപ്പോൾ ഈ ഒരു 2021, 2022 കാലഘട്ടങ്ങളിൽ എത്തുമ്പോഴത്തേക്കും IP ക്യാമറയുടെ റിക്വയർമെൻ്റ് ആണ് അതായത് IP ക്യാമറയാണ് കൂടുതലും കസ്റ്റമേഴ്സ് ഡിമാൻഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇതുപോലെയുള്ള ഇപ്പോൾ ഇതൊരു CP+ൻ്റെ വേരി ഫോക്കൽ IP ക്യാമറയാണ്. ഞാൻ എക്സാമ്പിൾ കാണിക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ്. ഒരു IP ക്യാമറ സിസ്റ്റം നമ്മൾ ബിൽഡ് ചെയ്യുന്ന സമയത്ത് നമ്മളെല്ലാവരും യൂസ് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്താണെന്നറിയോ? അത് ഇതുപോലെയുള്ള POE സ്വിച്ചുകളാണ്, പവർ ഓവർ ഇഥർനെറ്റ് സ്വിച്ചുകൾ. ഈ ഒരു POE സ്വിച്ച് വാങ്ങിക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് കോസ്റ്റ്ലി ആയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം ഏകദേശം ഒരു 4500 രൂപയോളം നമ്മൾ ഇതുപോലെയുള്ള ഒരു POE സ്വിച്ചിൽ, ഒരു സ്റ്റാൻഡേർഡ് POE സ്വിച്ചിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും. പിന്നെ ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യം എന്ന് വെച്ചാൽ, ചില ആളുകളൊക്കെ എന്ന് വെച്ചാൽ ഇതുപോലുള്ള POE ഇഞ്ചക്ടറുകൾ ഉപയോഗിക്കാതെ തന്നെ നമ്മുടെ ഈ ക്യാമറയിലേക്ക് പോകുന്ന കേബിള്, ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, 4 വയർ കമ്മ്യൂണിക്കേഷനാണ് നമ്മുടെ IP ക്യാമറകളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ഡേറ്റയ്ക്ക് വേണ്ടിയിട്ട് പവർ അതുപോലെ തന്നെ ഒരു 4 വയർ ആയിരിക്കും. അപ്പോൾ ഈ 4 വയർ ഏതൊക്കെയാണെന്ന് കറക്റ്റായിട്ട് കണ്ടുപിടിച്ചിട്ട് അവർ ഇതുപോലുള്ള അഡാപ്റ്ററിൻ്റെ DC പിൻ അതിനകത്ത് കണക്ട് ചെയ്ത് യൂസ് ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് തികച്ചും അൺപ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു മണ്ടത്തരമാണെന്നാണ് ഞാൻ പറയുന്നത്. അങ്ങനെ ഒരു രീതിയിൽ നമ്മൾ ഇൻസ്റ്റലേഷൻ ചെയ്ത് വെക്കാൻ പാടില്ല. അതെന്തുകൊണ്ടാണ് ചെയ്യാൻ പാടില്ലാത്തത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും നെക്സ സിസ്റ്റത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു കേബിള്. ഈ കേബിളിൻ്റെ ഉള്ളിലായിട്ട് നിങ്ങൾക്ക് 4 പെയർ കാണാൻ പറ്റും. ഇത് കണ്ടോ? ഇതിപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ വന്നിരിക്കുന്ന മറ്റൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഇതൊക്കെയാണ്. അതൊക്കെ അവിടെ ഇരുന്നോട്ടെ. നമ്മളിത് ഇത് മാത്രം നോക്കിയാൽ ഇത് കണ്ടോ? 4 പെയറുകളിനകത്ത് കാണാൻ പറ്റും. ഇവിടെ നിങ്ങൾക്ക് കാണാം വൈറ്റ് ഓറഞ്ച് എന്ന് പറഞ്ഞൊരു കേബിൾ ഇതിനകത്ത് കാണാം. അതുപോലെ വൈറ്റ് ഗ്രീൻ എന്ന് പറഞ്ഞ് മറ്റൊരു കേബിൾ ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ വൈറ്റ് ബ്ലൂ എന്ന് പറഞ്ഞിട്ട് വേറൊരു കേബിളുണ്ട്. പിന്നെ വന്നിരിക്കുന്നത് വൈറ്റ് ബ്രൗൺ ആണ്. ഞാനെല്ലാം ഒന്ന് പെട്ടെന്നൊന്ന് അഴിച്ചെടുക്കാം. വൈറ്റ് ബ്രൗൺ ഇങ്ങനെ കേബിളുകളെല്ലാം ഇവിടെയുണ്ട്. കണ്ടോ? ഈ 2 സാധനം മതി ശരിക്കും പറഞ്ഞാൽ ഒരു കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് വർക്ക് ചെയ്യാൻ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു കമ്പ്യൂട്ടറിൽ നിന്ന് മറ്റൊരു കമ്പ്യൂട്ടർ ഡാറ്റ കൈകാര്യം ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന ഈ 2 വയറുകൾ, ഈ 2 വയറല്ല, ഈ 4 വയറുകൾ മാത്രമേ ഉള്ളൂ. ബാക്കി ഈ കിടക്കുന്ന വൈറ്റ് ബ്രൗണും അതുപോലെ ഈ വൈറ്റ് ബ്ലൂ എന്ന് പറയുന്ന ഈ കേബിൾ ഉണ്ടല്ലോ, ഇത് 4 യൂസ് ചെയ്യുന്നില്ല. അതായത് അതുകൊണ്ടാണ് കമ്പ്യൂട്ടർ നെറ്റ്വർക്കിങ്ങിൽ 4 വയർ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അതേസമയം നമ്മളൊരു IP ക്യാമറയാണ് ഉപയോഗിക്കണമെങ്കിൽ ഈ 8 വയർ ഉപയോഗിക്കുന്നുണ്ട്. അതായത് ഡാറ്റയുടെ കാര്യം നമ്മൾ പറഞ്ഞല്ലോ. ഇനി പവറിൻ്റെ പോസിറ്റീവ് പോകാൻ പോണത് ഈ 2 വയറുകളിൽ കൂടെയും പവറിൻ്റെ നെഗറ്റീവ് പോകാൻ വേണ്ടി പോണത് ഈ 2 എണ്ണത്തിൽ കൂടെയാണ്. അപ്പോൾ ഇങ്ങനെയാണ് ശരിക്കും നമ്മുടെ IP ക്യാമറ വർക്ക് ചെയ്യുന്നത്. ഈ 4 വയറുകളിൽ കൂടെ ഡാറ്റയും പോവും, ഈ 4 വയറിൽ കൂടെ പവറും പോവും. അപ്പോൾ പല ആൾക്കാരും എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഈ പോസിറ്റീവ് ഇത് 2 കൂടെ കൂട്ടിപ്പിരിച്ച് അഡാപ്റ്ററിലേക്ക് പോസിറ്റീവ് എന്ന് കൊടുക്കും, ഈ 2 കൂടെ കൂട്ടിപ്പിരിച്ച് അഡാപ്റ്ററിൽ കൊടുക്കുന്ന നെഗറ്റീവ് കൊടുക്കും. പിന്നെ ഇത് നമുക്ക് അറിയാവുന്ന പോലെ ജാക്ക് അടിച്ചിട്ടുണ്ടാകും. അപ്പോൾ ഈ 4 ഒരിക്കലും ജാക്ക് അടിക്കാൻ പറ്റിയില്ല. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ 8 കൂടെ കൂട്ടി ഇങ്ങനെ കളർ കോഡ് വെച്ചിട്ട് ജാക്ക് അടിച്ച ശേഷം അതിനകത്ത് നിന്ന് ഈ 2 വയറുകൾ പോസിറ്റീവിനും ഈ 2 വയർ നെഗറ്റീവിനും വേണ്ടിയിട്ട് പവർ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ സൈഡ് കട്ട് ചെയ്തിട്ട് ചിലപ്പോൾ പുറത്തേക്ക് എടുക്കും. അങ്ങനെ യൂസ് ചെയ്യുന്ന സമയത്താണ് ഞാൻ പറഞ്ഞത് അൺസ്റ്റാൻഡേർഡ് മെത്തേഡ് എന്ന് പറയുന്നത്. കാരണം ഈ ഒരു വയർ നിങ്ങൾക്കറിയാം, ഇത് പോസിറ്റീവ് നെഗറ്റീവും അൺഫോർച്യുനേറ്റ്ലി ഒന്ന് കൂട്ടിമുട്ടി കഴിഞ്ഞാൽ അതോടെ തന്നെ നമ്മുടെ ക്യാമറയുടെ പരിപാടി കഴിയും, ഒരു പുകയായി മാറും. അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു POE ഇഞ്ചക്ടർ യൂസ് ചെയ്യുക. ആ POE ഇഞ്ചക്ടർ എങ്ങനെയാണ് കണക്ട് ചെയ്യണമെന്നുള്ള കാര്യം ഞാൻ നിങ്ങളിപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ POE ഇഞ്ചക്ടർ എന്ന് പറഞ്ഞാൽ ഒരു പെയർ ഓഫ് ഡിവൈസ് ആണ്. കണ്ടോ? അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഇങ്ങനെ ഒരു മെയിൽ കണക്ടർ ഉള്ളതും ഇവിടെ ഒരു ഫീമെയിൽ കണക്ടർ ഉള്ളതുമായിട്ടുള്ളൊരു ഭാഗം കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഈ മെയിൽ കണക്ടറുള്ള ഭാഗം നമ്മൾ എടുത്ത ശേഷം ഇതെടുത്ത ശേഷം ഇതിൻ്റെ ഈ സൈഡ് എല്ലായിടത്തും 2 എണ്ണത്തിലും വരുന്നത് RJ45 ഫീമെയിൽ കണക്ടറാണ് കേട്ടോ. അത് കണ്ടോ? അപ്പോൾ നമ്മൾ ഈ ഒരു മെയിൽ കണക്ടറുള്ള ഭാഗം എടുത്തിട്ട് നമ്മുടെ IP ക്യാമറയിൽ ഇങ്ങ് എടുക്കുക. ഈ IP ക്യാമറയുടെ ഈ ഫീമെയിൽ പോർട്ടിലേക്ക് ഇങ്ങനെ അങ്ങോട്ട് കണക്ട് ചെയ്ത് വയ്ക്കുക.
എന്നിട്ട് എന്ത് ചെയ്യുക, ഇവിടെ നിന്ന് വരുന്ന ആ ഒരു കേബിൾ ഉണ്ടല്ലോ, ഈ കേബിളിൻ്റെ നേരെ ഇതിലേക്ക് കണക്ട് ചെയ്യുക. കണ്ടോ, അപ്പോൾ ഇതിപ്പം ക്യാമറയിലേക്ക് കണക്റ്റഡ് ആയി. ഇനി നമുക്ക് ഇവിടെ ഒരു കേബിൾ കൊടുക്കാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ നമ്മൾ ആദ്യം ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന Cat 6 നെറ്റ്വർക്ക് കേബിൾ കണക്ട് ചെയ്യുന്നു. ഇത് കണ്ടോ, അപ്പോൾ അതിൻ്റെ മറ്റേ എൻഡ് ഉണ്ടല്ലോ, ബാലൻസ് എൻഡ്. അപ്പോൾ രണ്ടാമത്തെ ഭാഗം നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ അങ്ങോട്ട് കണക്ട് ചെയ്ത് കൊടുക്കുക. ഇത് കണ്ടോ, അപ്പോൾ രണ്ടാമത്തെ ഭാഗം നമുക്കിവിടെ കിട്ടി. ഈ ഒരു ഭാഗം എടുത്തിട്ട് എന്ത് ചെയ്യുക, നേരെ നമ്മുടെ മോഡം, ഇതുപോലത്തെ ഒരു മോഡം ആയിരിക്കുമല്ലോ നിങ്ങൾക്ക് നമ്മുടെ 1-2 ക്യാമറയൊക്കെ കണക്ട് ചെയ്യുന്ന സ്ഥലത്ത് ഇതുപോലത്തെ ഒരു മോഡം മാത്രമേ വീട്ടിൽ കാണുള്ളൂ, PoE സ്വിച്ച് ഉണ്ടാവില്ല. അപ്പോൾ നമ്മുടെ മോഡത്തിലേക്ക് കണക്ട് ചെയ്യാം. ഇനി നമുക്ക് ഇവിടെ ഒരു ഭാഗം ഇങ്ങനെ ഫ്രീ ആയിട്ട് കിട്ടിയിട്ടുണ്ട്, കണ്ടോ, ഒരു ഫീമെയിൽ. ഇനി ആ 12 വോൾട്ട് DC പിൻ എടുത്തിട്ട് നേരെ നമ്മുടെ ആ ഇഞ്ചക്ടറിൻ്റെ എൻഡിലേക്ക് കണക്ട് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾ നോക്കിക്കേ, നമ്മുടെ ക്യാമറയിൽ നിന്ന് വന്ന വീഡിയോ നേരെ ഈ ഒരു കേബിളിൽ കൂടെ കടന്ന് ഇവിടെ എത്തുന്നു. അപ്പോൾ നമുക്ക് ഈ ക്യാമറയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള പവറും ഡേറ്റയും നമ്മുടെ ഈ ഒരു യെല്ലോ കേബിൾ കണ്ടോ, Cat 6, ഈ കേബിളിൽ കൂടെ ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. നമ്മൾ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് നല്ലൊരു ഇൻസ്റ്റലേഷനാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഞാൻ ഇഞ്ചക്ടർ കണക്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞതെന്ന് വെച്ചാൽ ഇതുപോലെ 1-2 ക്യാമറകളൊക്കെ കണക്ട് ചെയ്യുന്നവർക്ക് വേണ്ടി മാത്രമാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു നല്ലൊരു ഇൻസ്റ്റലേഷനാണ് നമ്മൾ പ്ലാൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് എപ്പോഴും റെക്കമെൻഡ് ചെയ്യണ കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു PoE സ്വിച്ച്, ഇതുപോലെയുള്ള PoE സ്വിച്ചുകൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടി മാത്രമായിരിക്കും. ഈ അഡാപ്റ്ററുകൾ എന്ന് പറയുമ്പോഴത്തേക്കും ഇതുപോലുള്ള 12 വോൾട്ട് അഡാപ്റ്റർ, ഏറ്റവും വില കുറഞ്ഞ അഡാപ്റ്ററുകൾ 80 രൂപയ്ക്ക് വരെ നമുക്ക് അവൈലബിൾ ആണ്. അതുമാത്രമല്ല ഒരു 350-400 രൂപ വരെയുള്ള നല്ല ക്വാളിറ്റിയുള്ള അഡാപ്റ്റേഴ്സും കിട്ടും വിത്ത് വാറണ്ടി. അപ്പോൾ നല്ല ക്വാളിറ്റിയുള്ള അഡാപ്റ്ററുകൾ ഉപയോഗിക്കാൻ വേണ്ടി നോക്കുക. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഈ 350 രൂപ അല്ലെങ്കിൽ ഒരു 200 രൂപ കൂടുതൽ മുടക്കുന്നതിലല്ല, നമ്മുടെ ക്യാമറയ്ക്ക് എപ്പോഴും കിട്ടുന്ന ആ ഒരു വോൾട്ടേജ് നല്ല സ്റ്റഡി ആയിരിക്കണം. ഇപ്പോൾ നമ്മൾ ഇതുപോലത്തെ ഒരു PoE സ്വിച്ചാണ് ഉപയോഗിക്കണമെങ്കിൽ ഇതിന് ഏകദേശം 4500 രൂപയോളം നമുക്ക് വില വരുന്നുണ്ട്. അപ്പോൾ ഈ ക്വാളിറ്റി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തുനിന്ന് വരുന്ന ആ ഒരു ഔട്ട്പുട്ട് പവർ എന്ന് വെച്ചാൽ എപ്പോഴും സ്റ്റഡി ആയിരിക്കും. ഇപ്പോൾ ഇതുപോലെയുള്ള വില കുറഞ്ഞ അഡാപ്റ്ററുകൾ നമ്മൾ കുത്തുവാണെങ്കിൽ, ഇപ്പോൾ ഇത് ഞാൻ വില കുറഞ്ഞെന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ, അപ്പോൾ ഇതൊരു 350 രൂപയുടെ അഡാപ്റ്ററാണ്. ഇതിലും വില കുറഞ്ഞ അഡാപ്റ്ററുകൾ നമുക്ക് കിട്ടുമെന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ കുത്തിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അതിൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് ഒരിക്കലും സ്റ്റഡി ആയിരിക്കില്ല. അപ്പോൾ ആ സമയത്ത് ക്യാമറ കറക്റ്റായിട്ട് ഫംഗ്ഷൻ ചെയ്യുന്നുണ്ടാവില്ല. അപ്പോൾ അഡാപ്റ്റർ വാങ്ങിക്കുമ്പോഴത്തേക്കും നിങ്ങൾ നല്ല ക്വാളിറ്റിയുള്ള അഡാപ്റ്റർ വാങ്ങിക്കുക. അഡാപ്റ്റർ വെച്ച് നിങ്ങൾ കണക്ട് ചെയ്യുകയാണെങ്കിൽ ഇതുപോലെയുള്ള ഇഞ്ചക്ടറുകൾ ഉപയോഗിക്കുക. ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ മറ്റൊരു ദിവസം നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട്